പിണറായി ശിങ്കിടികൾക്കെല്ലാം മുൻപോട്ട് കാത്തിരിക്കുന്നത് പാതാളക്കുഴിയും നരകതുല്യമായ മുന്നോട്ടു പോക്കുമാണ്. 10 വർഷക്കാലം CM ഓഫീസിന്റെ വളയം പിടിച്ച കൂട്ടർക്ക് ഇനി അങ്ങോട്ട് അന്വേഷണം വരുമോ, അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഉറക്കം പോലുമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ചില അഴിമതികൾക്ക് കണ്ണടച്ചു കൊടുത്തും ഒത്താശ ചെയ്തും കിട്ടിയ ഗ്യാപ്പിൽ അഴിമതി നടത്തിയും മതിച്ചു പുളച്ച കുറെ എണ്ണമുണ്ട്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ജയതിലക് വിരമിച്ചു. പ്രശാന്ത് IAS ജയതിലകിനെ വാരി അലക്കി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പിണറായി ശിങ്കിടികളായ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പുതിയ സർക്കാരും അടുപ്പിക്കുന്നില്ല. പിണറായി സങ്കേതത്തിലേക്ക് ചേക്കേറാൻ നോക്കിയാൽ പണ്ടത്തെ പവർ ക്യാപ്റ്റനില്ല. കേസും കൂട്ടവും വന്നാൽ ഈ ഉദ്യോഗസ്ഥരുടെ കാലുവാരി പിണറായി ഓടി രക്ഷപ്പെടും. അല്ലെങ്കിൽ തന്നെ മകളുടെ മാസപ്പടി കേസിൽ കുടുംബത്തോടെ അകത്ത് കിടക്കുമോ എന്നുള്ള ഭയമാണ് പിണറായിയെ വേട്ടയാടുന്നത്. അപ്പോഴാണ് ഇനിയിപ്പോൾ കൂടെ നിന്ന ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നടക്കുന്നത്. സ്വന്തം തടി തപ്പുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ പിണറായിക്ക് ഇനി മുൻപോട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ മതിച്ചു പുളച്ചവരിൽ പ്രധാനികൾ KM എബ്രഹാം, ജയതിലക്, P ശശി, ADGP MR അജിത് കുമാർ, അങ്ങനെ നീളുന്ന ഒരു പട്ടികയുണ്ട്. KM എബ്രഹാം ഭരണം മാറിയതോടെ കിഫ്ബി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ഓടിപ്പോകുകയായിരുന്നു. കാരണം പണി വരുന്നുണ്ട് എന്ന് KM എബ്രഹാമിന് അറിയാം. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നു എബ്രഹാം. 2018 ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയായിരുന്നു KM എബ്രഹാം. ഓരോ വർഷവും ശമ്പള വർധനവും, അതും 10% വീതം വർധന ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു എബ്രഹാം. 2016 ഓഗസ്റ്റ് 25-നാണ് KM എബ്രഹാം കിഫ്ബി CEO സ്ഥാനം ഏറ്റെടുക്കുന്നത്. അഴിമതിക്ക് കൂട്ടുപിടിക്കാൻ എബ്രഹാമിനെ അവിടെ കൊണ്ടിരുത്തിയതാണ് പിണറായി വിജയൻ എന്ന് അന്നേ ആക്ഷേപം ഉയർന്നതാണ്. ഇന്നിപ്പോൾ എബ്രഹാമിന് ഉറക്കമില്ല. കേസ് ഏത് വഴി വരുമെന്ന് അറിയാത്ത അവസ്ഥ. കിഫ്ബിയിൽ പിടിമുറുക്കി സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാൽ എബ്രഹാമിന്റെ പരിപ്പിളകും. അഴിമതിയുടെ അയ്യരുകളിയായിരുന്നു എബ്രഹാമിന്റെ കാലത്ത് കിഫ്ബിയിൽ നടന്നത്. അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം, ഇതെല്ലാം തകൃതിയായിരുന്നു. കിഫ്ബി അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിലും KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ബന്ധു നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും നടന്നതായി റിപ്പോർട്ടുണ്ട്. വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങൾ ശമ്പളത്തിൽ കിഫ്ബിയിൽ പുനർനിയമനം നൽകിയെന്നും ആരോപണമുണ്ട്. അതായത് തന്റെ ശിങ്കിടികൾക്കും കുടുംബത്തിലുള്ളവരിലേക്കും സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം ഒഴുക്കി കൊടുക്കാൻ വകയുണ്ടാക്കി കൊടുത്തു. തീർന്നില്ല സാമ്പത്തിക ക്രമക്കേടുകൾ. കിഫ്ബി വഴിയുള്ള ഫണ്ട് വിനിയോഗത്തിലും കരാറുകൾ അനുവദിക്കുന്നതിലും വൻ ക്രമക്കേടുകൾ നടന്നതായിട്ട് B അശോക് IAS അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും മുന്നിലുണ്ട്. മറ്റു വകുപ്പുകളിലെ കരാറുകാർക്ക് പണം നൽകാതെ കിഫ്ബി കരാറുകാർക്ക്, പ്രത്യേകിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വഴിവിട്ട് മുൻകൂറായി പണം റിലീസ് ചെയ്തു എന്നുള്ള ആരോപണങ്ങളുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ക്യാബിനറ്റ് റാങ്കോടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കിഫ്ബി CEOയായും ഇരുന്നുകൊണ്ട് KM എബ്രഹാം ഒരു സൂപ്പർ മുഖ്യമന്ത്രിയെ പോലെ ഭരണഘടന ബാഹ്യ അധികാര കേന്ദ്രമായി പ്രവർത്തിച്ചു എന്ന് വിമർശനം ഉയർന്നത്. പഴയൊരു കേസിൽ KM എബ്രഹാമിനെതിരെ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതും കിഫ്ബിയുടെ മസാല ബോണ്ട് വിവാദങ്ങളും വലിയ ചർച്ചയായിരുന്നു. നിലവിലെ സാഹചര്യം, കേരളത്തിൽ ഭരണം മാറിയതോടെ ഇവർക്കെല്ലാവർക്കും അടികിട്ടി. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരികയെ ചെയ്തതോടുകൂടി ഇവരുടെ അടപ്പ് തെറിച്ചിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ KM എബ്രഹാം കിഫ്ബി CEO സ്ഥാനം രാജിവെച്ച് ഓടിപ്പോയത് പുതിയ സർക്കാർ ഭരണമേറ്റെടുത്ത പേടിയിൽ തന്നെയാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ നടന്ന അഴിമതികൾ, വഴിവിട്ട പരസ്യ ചെലവുകൾ, പിൻവാതിൽ നിയമനങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം നടത്താൻ പുതിയ സർക്കാർ നിലവിൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും ചെന്നിത്തല. പൂട്ടേണ്ടവരെയൊക്കെ പൂട്ടുകയും ചെയ്യും. KM എബ്രഹാം സംസ്ഥാന സർക്കാരിന്റെ രണ്ടാമനായാണ് പ്രവർത്തിച്ചത്. അതായത് പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ പവറായിട്ട് അങ്ങ് പ്രവർത്തിച്ചു. കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായ സ്ഥാപനമായി മാറി. KM എബ്രഹാം സൂപ്പർ മുഖ്യമന്ത്രിയും ചമഞ്ഞു. 200 കോടിയുടെ നികുതി പണം തുടർഭരണം നേടാൻ ചെലവഴിച്ചു എന്ന വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. തുടങ്ങിയ ആരോപണങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് എബ്രഹാമിന്റെ തലയ്ക്ക് മുകളിൽ. ഉറപ്പായും അന്വേഷണമെന്ന് സർക്കാർ കട്ടായം പറയുന്നു. എബ്രഹാം നാട് നീളെ ഇപ്പോൾ ഓടുകയാണ്.
പിണറായി വിജയന്റെ അതേ മാതൃകയായിരുന്നു എബ്രഹാമും പിന്തുടർന്നത്. അതായത് കുടുംബത്തോടെ കയറി കട്ടു. ഹൈക്കോടതി വരെ കാട്ടുകള്ളനെന്ന് എബ്രഹാമിനെ പച്ചയ്ക്ക് പറഞ്ഞത്. അങ്ങനെ ഒരുത്തൻ പിണറായിയുടെ ഒത്താശയോടെ സർക്കാർ തലപ്പത്ത് അഴിമതിയിൽ ആറാടി. UDF സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. KM എബ്രഹാമിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം. കിഫ്ബിയിലിരുന്ന് നടത്തിയ സകല തട്ടിപ്പും പുറത്തു കൊണ്ടുവരണം. എബ്രഹാം ഇപ്പോൾ ആ പേടിയിലാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടും എന്നുള്ള ഭയം അയാളെ വേട്ടയാടുന്നു. പിണറായി ഇപ്പോൾ അനുഭവിക്കുന്ന അതേ അവസ്ഥ കൂട്ടുനിന്നവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തിന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അടുത്തത് ജയതിലക് IAS ആണ്. മൂപ്പര് നാണം കെട്ടുള്ള പടിയിറക്കമായിരുന്നു. സർക്കാർ ചിരിച്ചുകൊണ്ട് ഒരു മൊമെന്റമൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പ്രാക്കും മേടിച്ചിട്ടാണ് ജയതിലക് പടിയിറങ്ങിയത്. ജയതിലകിനെ പൊളിച്ചടുക്കി പ്രശാന്ത് പങ്കുവച്ച കുറിപ്പിൽ ഒരു മുന്നറിയിപ്പുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭയത്തെ ഒരിക്കലും ബഹുമാനമായും ഭീരുക്കളുടെ മൗനത്തെ സമ്മതമായും പിടിക്കപ്പെടാതിരുന്നതിനെ വിശുദ്ധിയായും ആരും വ്യാഖ്യാനിക്കരുത്. സമയമെടുത്തിട്ടാണെങ്കിലും നിയമലംഘനങ്ങൾക്ക് നടപടി ഉണ്ടാകുക തന്നെ വേണം. ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ വേണം. ഈ വരികളിലുണ്ട് ജയതിലകിനെതിരെ പണി വരുന്നുണ്ട് എന്നുള്ള സൂചന. പിണറായി വിജയന്റെ ഓഫീസിൽ സൂപ്പർ മുഖ്യൻ കളിച്ച മറ്റൊരാളായിരുന്നു ജയതിലക്. പിണറായിയുടെ വലങ്കൈ എന്ന് പറയാം. ജയതിലകിന്റെയും KM എബ്രഹാമിന്റെയും കാലത്തെ നിയമനങ്ങൾ, വഴിവിട്ട നീക്കങ്ങൾ, ഇതിലെല്ലാം ഒരു അന്വേഷണവും പരിശോധനയും വേണമെന്ന് ഉദ്യോഗസ്ഥർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് തള്ളിക്കളയാൻ സർക്കാരിന് കഴിയില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നതിൽ ഹരം കണ്ടെത്തിയ ആളായിരുന്നു ജയതിലക്. പിണറായി വിജയന്റെ പൂർണ്ണ ഒത്താശ ഉണ്ടായിരുന്നത് കൊണ്ട് അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ജയതിലക് രാഷ്ട്രീയക്കാരുടെ ഒരു ദല്ലാളായി പ്രവർത്തിച്ചു എന്നുള്ള അങ്ങേ അറ്റത്തെ നാണം കെട്ട വാക്കാണ് ജയതിലക് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മേടിച്ചു കൂട്ടിയതാണ് ഇതൊക്കെ. ജയതിലകിന്റെ കാലത്ത് നടത്തിയ നിയമനങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം ശക്തമാക്കണമെന്ന് IASകാർ തന്നെ പറയുമ്പോൾ പണി 18ന്റേത് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് സാരം. ഇവർക്കൊക്കെ പിണറായി 3.0 വരുമെന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും അധികാരത്തിന്റെ ശീതളിമയിൽ മതിച്ചു പുളയ്ക്കാമെന്ന് സ്വപ്നം കണ്ടവർ. KM എബ്രഹാം കിഫ്ബി കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിരമിക്കലിന് ശേഷം ആ കസേര നോക്കി വെള്ളമിറക്കിയ ആളാണ് ജയതിലക്. എന്നാൽ കിട്ടാൻ പോകുന്നത് ഇതുവരെ കാണിച്ചു കൂട്ടിയതിനുള്ള ഒന്നാന്തരം ഗപ്പായിരിക്കുമെന്ന് പ്രശാന്ത് നല്ല ഒന്നാന്തരം മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മറ്റൊരാളുണ്ട്. പോലീസ് മേധാവിയാണ് താൻ എന്ന് സ്വയം അങ്ങ് ധരിച്ച് അതേപോലെ പ്രവർത്തിച്ച ADGP MR അജിത് കുമാർ. പിണറായി വിജയന്റെ ശിങ്കിടി എന്ന ലേബൽ അജിത് കുമാറിന് ഒരു മുൾക്കിരീടമായി ഇപ്പോൾ മാറുന്നുണ്ട്. പുതിയ സർക്കാർ ബഹുദൂരം അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് അടുപ്പിക്കാനോ അജിത്തിനെ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറാകുന്നില്ല. പിണറായി ഭരണകാലത്ത് ആഭ്യന്തരം കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണ് അജിത് കുമാർ. ഇപ്പോൾ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ എടുത്തിട്ട് തട്ടുന്നു.